വാർത്തയിലേക്ക്. ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് പുരോഗമിക്കുകയാണ്. ശബരിമല തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരും പിതാവ് കണ്ഠര് മോഹനരും ചേർന്നാണ് നിലവിളക്ക് തെളിയിച്ച് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ പൊതുസമ്മേളനം അണ്ണാമല അടക്കമുള്ളവർ പങ്കെടുക്കുന്നു എന്നറിയുന്നു. എങ്ങനെയാണ് പരിപാടി പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് ജനപങ്കാളിത്തം? എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? MC റോഡിൽ കൈപ്പുഴ ക്ഷേത്രത്തിന് സമീപത്ത് ശ്രീവത്സം മൈതാനം തിങ്ങി നിറഞ്ഞ വിശ്വാസികളുടെ സാന്നിധ്യമാണ് ഈ പരിപാടിയെ വ്യത്യസ്തമാക്കുന്നത്. 2018-ൽ ഭക്തർ പ്രതിഷേധത്തിന്റെ ഭാഗമായി പന്തളം കേന്ദ്രീകരിച്ച് സംഘടിച്ചുവെങ്കിൽ അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ജനപങ്കാളിത്തമാണ് വിശ്വാസി സംഗമത്തിലും ഉണ്ടാകുന്നത്. പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. പക്ഷേ 3 മണിക്ക് മുൻപ് തന്നെ ശ്രീവത്സം ഗ്രൗണ്ടിലേക്ക് വലിയ തോതിൽ ഭക്തർ എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഉദ്ഘാടകൻ അടക്കമുള്ള ആളുകൾ എത്തിച്ചേരാൻ ഇരിക്കുന്നതേയുള്ളൂ. എന്തായാലും സമീപകാലത്തെങ്ങും പന്തളം കണ്ടിട്ടില്ലാത്ത വിധം വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ആണ് ഈ സംഘാടനത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഈ മൈതാനത്ത് കൊള്ളാവുന്നതിലധികം ആളുകൾ എത്തിച്ചേർന്നതോടുകൂടി MC റോഡിൽ പലയിടങ്ങളിലും ഗതാഗതത്തെ അത് ബാധിച്ചിട്ടുണ്ട്. പോലീസ് ഏറെ പണിപ്പെട്ടാണ് വാഹനങ്ങളടക്കം കടത്തിവിടുന്നത്. എന്തായാലും കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശബരിമല സംരക്ഷണ സംഗമം ഒരു വ്യത്യസ്തമായ പരിപാടി പങ്കാളിത്തം കൊണ്ട് ആയി മാറുകയും കൂടിയാണ്. അഭിലാൽ, ഇപ്പോൾ NSS SNDPയും ഒക്കെ സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിൽ ഔദ്യോഗികമായി പങ്കുചേർന്നിരുന്നു. അവർ അങ്ങനെ ഒരു സാന്നിധ്യം ഇതിലുണ്ടോ? എങ്ങനെയാണ്? ഔദ്യോഗികമായി ഈ സംഘടനകളൊന്നും തന്നെ ഇതിനെ പരസ്യമായി പിന്തുണച്ചിട്ടില്ല. അതേസമയം പന്തളം കൊട്ടാരം പ്രതിനിധികൾ തുടക്കം മുതൽ തന്നെ ഇതിന്റെ സംഘാടനത്തിലുണ്ടായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ തന്നെ പന്തളം കൊട്ടാരം കുടുംബാംഗമായിട്ടുള്ള PN നാരായണവർമ്മയാണ്. അതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരത്തിന്റെ അനുഗ്രഹിക ആശംസകളോട് തന്നെയാണ് ഇതിന്റെ സംഘാടനം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പന്തളം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ കളിച്ചു വളർന്ന മണ്ണ് എന്നുള്ളതാണ് വിശ്വാസപരമായ പ്രാധാന്യം. അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറമെ കൊല്ലം, അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് വിശ്വാസികളായി എത്തിയിട്ടുള്ളവരിൽ അധികവും. അതേസമയം കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളെയും നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നു. അണ്ണാമലയാണ് എത്തുന്നത്, തേജസ്വി സൂര്യ എത്തുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതിൽ സ്ഥിരീകരണമുണ്ടോ? മറ്റ് ഏതൊക്കെ പ്രമുഖരായ BJPയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന നേതാക്കളാണ് ഇതിൽ എത്തുന്നത്? ഉദ്ഘാടകൻ BJP തമിഴ്നാട് സംസ്ഥാന മുൻ പ്രസിഡന്റായിട്ടുള്ള K അണ്ണാമലയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി നേതാക്കളും എത്തിയിട്ടുണ്ട്. വത്സൻ തില്ലങ്കേരി ഇപ്പോൾ ആമുഖ പ്രഭാഷണം നടത്തുകയാണ്. കനത്ത വെയിലാണ് എങ്കിലും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഒരു വലിയ ഒഴുക്ക് ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ആദ്യഘട്ടത്തിലെ സെമിനാറിന്റെ ഭാഗമായപ്പോൾ തന്നെ വലിയ തോതിലുള്ള സ്വീകാര്യത ഈ പരിപാടിക്ക് ലഭ്യമാകുന്നു എന്നതിന്റെ സൂചനയാണ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ MC റോഡിലൂടെ ആളുകൾ ശ്രീവത്സം മൈതാനത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ നിലയിലുള്ള MC റോഡിലെ ഗതാഗതത്തേക്കും ഇത് ബാധിച്ചിട്ടുണ്ട്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകി വന്നത്.